അവന്റെ റസൂലുകളെ മുഴുവൻ നിയോഗിച്ചത്, അവന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും അവൻ അവതരിപ്പിച്ചത് ഈ സത്യത്തിലേക്ക്, ഈ യാഥാർത്ഥ്യത്തിലേക്ക്, ഈ സുപ്രധാനമായ കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടിയാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ് വജ്തനിബു ത്വാഗൂത്ത്. പരിശുദ്ധ ഖുർആനിൽ ഇതാ അല്ലാഹു പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. എല്ലാ സമുദായങ്ങളിലേക്കും എല്ലാ ഉമ്മത്തുകളിലേക്കും നാം റസൂലിനെ നിയോഗിച്ചിരിക്കുന്നു. അൻ ഇഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവിനെ ആരാധിക്കുക. വജ്തനിബു ത്വാഗൂത്ത്, അവന് പുറമെ ആരാധിക്കപ്പെടുന്നവയെല്ലാം വെടിയുക, അതിനെയെല്ലാം ഉപേക്ഷിക്കുക. ഇതിനു വേണ്ടിയാണ് അല്ലാഹു എല്ലാ നബിമാരെയും റസൂലുകളെയും നിയോഗിച്ചത് എന്ന് റബ്ബ് തന്നെ പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ മുൻകഴിഞ്ഞ ധാരാളം നബിമാരുടെ ചരിത്രം നമുക്ക് കാണാം. ആ നബിമാർ അവരുടെ ജനതയോട് പറഞ്ഞ ഒന്നാമത്തെ വാക്കായി, ആദ്യത്തെ കാര്യമായി അല്ലാഹു പറയുകയാണ്, യാ ഖൗമി അഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ഓ എൻ്റെ ജനങ്ങളെ, വഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ഇലാഹില്ല. നിങ്ങളുടെ ആരാധനകൾക്ക് അർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നോക്കൂ, ധാരാളം നബിമാരുടെ ചരിത്രം പറഞ്ഞിടത്ത് നബിമാർ അവരുടെ ജനതയോട് പറഞ്ഞ വാക്കായി അല്ലാഹു ഈ വാചകം നമ്മെ അറിയിച്ചത് നമുക്ക് ഖുർആനിൽ കാണാം. യാ ഖൗമി അഅ്ബുദുല്ലാഹ്, ഓ എൻ്റെ ജനങ്ങളെ, വഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കുക. നിങ്ങൾ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല. നിങ്ങളുടെ ആരാധനകൾക്ക് അർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതിനുവേണ്ടിയാണ് അവൻ നബിമാരെ എല്ലാം നിയോഗിച്ചത്. അതിനുവേണ്ടിയാണ് അവൻ അവന്റെ കിതാബുകൾ മുഴുവൻ അവൻ അവതരിപ്പിച്ചത്. അതിനാണ് വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അല്ലാഹു പറയുന്നു, ഓ നബിയെ, താങ്കൾക്ക് മുൻപ് ഒരു റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ റസൂലിന് നാം ഇങ്ങനെ വഹി നൽകിയിട്ടല്ലാതെ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുക. ഇത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു മുഴുവൻ റസൂലുകളെയും നിയോഗിച്ചത്. അല്ലാഹു നബിമാരെ മുഴുവൻ നിയോഗിച്ചത് ഇത് പറയുവാൻ വേണ്ടിയാണ്. നോക്കൂ, ആ ജനങ്ങളിൽ, കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ ധാരാളം തെറ്റുകൾ ഉണ്ടായിരുന്നു. പല പാപങ്ങളും അവർ ചെയ്തിരുന്നു. പല മൂല്യച്യുതികൾ ആ സമൂഹങ്ങളിൽ സംഭവിച്ചിരുന്നു. എന്നാൽ ആ വക തിന്മകളൊന്നുമല്ല അള്ളാഹുവിന്റെ നബിമാർ ആദ്യം അഭിസംബോധന ചെയ്തത്. അവയെ ഒന്നുമല്ല അള്ളാഹുവിന്റെ നബിമാർ ആദ്യം എതിർത്തത്. മറിച്ച് അവരെല്ലാം എതിർത്ത ആദ്യത്തെ തിന്മ, ഒന്നാമത്തെ പാപം, ഏറ്റവും വലിയ തെറ്റ്, അത് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന തിന്മയായിരുന്നു. നന്മകൾ ധാരാളമുണ്ട്, പുണ്യകൾ കർമ്മങ്ങൾ ഒട്ടനേകമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ അംബിയ, അവന്റെ റസൂലുകൾ ജനങ്ങളോട് കൽപ്പിച്ച ഒന്നാമത്തെ നന്മ അത് തൗഹീദാകുന്ന നന്മയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളൊന്നെടുത്ത് തുറന്നു നോക്കിയാൽ, മുസ്ഹഫ് മറിച്ചാൽ അതാ അതിൽ അള്ളാഹുവിന്റെ ജനങ്ങളെ എന്ന യാ അയ്യുഹന്നാസ് എന്ന ഒന്നാമത്തെ വിളി കാണുന്ന ഒരു ആയത്തുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പനയായി മുസ്ഹഫിൽ നാം കാണുന്ന കൽപ്പന എന്താണ്? മുസ്ഹഫ് തുറന്നാൽ അള്ളാഹുവിന്റെ വിലക്കുകളിൽ ആദ്യമായി നാം കാണുന്ന വിലക്ക് ഏത് കാര്യത്തെ എതിർത്തുകൊണ്ടുള്ള വിലക്കാണ്? അതാ പരിശുദ്ധ ഖുർആനിൽ രണ്ടാമത്തെ സൂറത്തുൽ ബഖറയിൽ 21ാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. യാ അയ്യുഹന്നാസ് اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. يا ايها الناس, ومنشري, اعبدوا ربكم, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക, നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. الذي خلقكم, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങളെ മാത്രമല്ല, والذين من قبلكم, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ. ലഅല്ലക്കും തത്തഖൂൻ, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ തടുക്കുവാൻ, അവനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുവാൻ അതാണ് വേണ്ടത്. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ഏതൊരു റബ്ബാണോ നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നത്, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നത്, മുകളിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നത്, അത് മുഖേന നിങ്ങൾക്ക് ഉപജീവനമായി കൊണ്ടുള്ള സസ്യലതാദികൾ, ഇവിടെയുള്ള കായ്കനികൾ, അതെല്ലാം ഉൽപ്പാദിപ്പിച്ചു തന്ന റബ്ബേതോ, അവനെ നിങ്ങൾ ആരാധിക്കുക. فلا تجعلوا لله أندادا وأنتم تعلمون. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന് സമന്മാരെ സങ്കല്പിക്കരുത്. അല്ലാഹുവിന് മാത്രം നൽകേണ്ട ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് നൽകരുത്.
കാരണം അവൻ മാത്രമാണ് സൃഷ്ടാവ്, അവനല്ലാത്തവരെല്ലാം സൃഷ്ടികളാണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ദുരിബ മസലുൻ ഫസ്തമിഉ ലഹ്, ഇതാ ഒരു ഉദാഹരണം വിവരിക്കപ്പെടുന്നു. ഫസ്തമിഉ ലഹ്, അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖൂ ദുബാബ, അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരാധിക്കുന്നവർ, നിങ്ങൾ വിളിച്ചു തേടുന്നവർ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, ലൻ യഖ്ലുഖൂ ദുബാബ, ഒരീച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്കൊരിക്കലും സാധ്യമല്ല. വലൗ ഇജ്തമഉ ലഹ്, അവരെല്ലാവരും അതിനുവേണ്ടി സംഘടിച്ചാലും ഒരുമിച്ച് കൂടിയാലും പോലും. അവർക്കൊരീച്ചയെ പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, ഈച്ച, ഈ ദുർബലമായ സൃഷ്ടി, അത് അവരുടെ പക്കൽ നിന്ന് വല്ലതും എടുത്തുകൊണ്ടുപോയാൽ അതിൽ നിന്ന് ആ കൊണ്ടുപോയതൊന്ന് തിരിച്ചു പിടിക്കാൻ പോലും അതിന് പോലും കഴിവില്ലാത്തവരാണ് അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ. തേടുന്നവനും അവൻ ആരോട് തേടുന്നു അവനും എത്ര ദുർബലരാണ്. രണ്ടു കൂട്ടരും ദുർബലരാണ്. ദുർബലരായ സൃഷ്ടികൾ, അവരെ പോലെ ദുർബലരായ, അവരെ പോലെ ഇന്നലെ ഇവിടെ ഇല്ലാതിരുന്ന, നാളെ മരിച്ചു പോകുന്ന, അല്ലെങ്കിൽ മരിച്ചു മണ്ണോട് ചേർന്നിട്ടുള്ള പടപ്പുകളെ ആരാധിക്കുക എന്നതിനേക്കാൾ വലിയ തെറ്റെന്തുണ്ട്? അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ തിന്മയെ, ഈ മഹാ അപരാധത്തെ, ഈ കൊടിയാക്രമത്തെ ആദ്യം എതിർക്കാൻ അല്ലാഹുവിന്റെ നബിമാർക്ക് അവൻ വഹി നൽകിയത്. അതുകൊണ്ട് നോക്കൂ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ജനതയെ, മക്കയിലെ ജനങ്ങളെ ആദ്യം ക്ഷണിച്ചത് ഏത് കാര്യത്തിലേക്കായിരുന്നു? ആ സമൂഹത്തിൽ ഇല്ലാത്ത തിന്മകൾ എന്തുണ്ട്? അവിടെ മദ്യപാനമില്ലേ? അവിടെ വ്യഭിചാരമില്ലേ? അവിടെ കൊലപാതകങ്ങളില്ലേ? പിഞ്ചുകുഞ്ഞുങ്ങളെ കുടിച്ചു മൂടുന്ന സമ്പ്രദായമില്ലേ? എന്തെല്ലാം അജ്ഞതകൾ, എന്തെല്ലാം അവിവേകങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള തിന്മകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തിന്മകളെയല്ല ആദ്യം എതിർത്തത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എതിർത്ത തിന്മ അത് ശിർക്ക് എന്ന തിന്മയാണ്. അത് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന ഏറ്റവും കൊടിയ അക്രമമാണ്. ലുഖ്മാന്റെ ചരിത്രം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. സ്വന്തം മകനെ ഉപദേശിച്ചു കൊണ്ടിരുന്ന ലുഖ്മാൻ എന്ന സാലിഹായ ആ മനുഷ്യൻ, അദ്ദേഹം മകന് കൊടുത്ത ഉപദേശങ്ങൾ പലതുണ്ട്. നിസ്കാരം ഉപദേശിക്കുന്നുണ്ട്, നന്മ കൽപ്പിക്കാൻ തിന്മ വിരോധിക്കാൻ ഉപദേശിക്കുന്നുണ്ട്, വിനയം വേണം, അഹങ്കരിക്കരുത് എന്ന ഉപദേശമുണ്ട്. എന്നാൽ ഒന്നാമത്തെ ഉപദേശം എന്താണ്? യാ ബുനയ്യ, ഓ എൻ്റെ കുഞ്ഞുമകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്. അവനോടൊപ്പം നീ മറ്റുള്ള ആരാധ്യരെ സങ്കല്പിച്ചുണ്ടാക്കരുത്. അവന് മാത്രം നൽകേണ്ടുന്ന ആരാധനകൾ നീ അവനല്ലാത്തവർക്ക് നൽകരുത്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് അത് കഠോരമായ, ഏറ്റവും കഠോരമായ, ഏറ്റവും വലിയ അക്രമമാകുന്നു എന്ന് ലുഖ്മാൻ മകൻ ഉപദേശമായി നൽകുന്നു. ഇതുപോലെയാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത്. ഇതുപോലെയായിരുന്നു നബിയുടെ പ്രബോധനം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് ഒരു മുൻഗണനാക്രമം ഉണ്ടായിരുന്നു, അതിന് ഒരു തർത്തീബ് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവരോട് കൽപ്പിച്ചത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. ആദ്യം അവരോട് വിലക്കിയത് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്നാണ്. നബി അതാ അവിടുത്തെ പ്രിയപ്പെട്ട സഹാബി മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് പറഞ്ഞയക്കുകയാണ്. യമനിൽ നോക്കൂ, അവിടെ ഉള്ള ജനങ്ങളോട് ഏത് കാര്യം ആദ്യം കൽപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിയോഗിക്കുന്ന പ്രബോധകനോട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചത്? മുആദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ അവിടെ മുൻപ് കിതാബുകൾ നൽകപ്പെട്ട അഹ്ലു കിതാബായ ഒരു ജനതയുടെ അരികിലേക്കാണ് നീ ചെല്ലുന്നത്. ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഇലാ അൻ യുവഹിദുല്ലാഹ്. നീ അവരെ ക്ഷണിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനം എന്തിനായിരിക്കണം? ആദ്യം അവരെ വിളിക്കേണ്ടത് ഏത് കാര്യത്തിലാണ്? ഇലാ അൻ യുവഹിദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവന്റെ ഏകത്വം അംഗീകരിച്ച് അതിനനുസരിച്ച് നീ മുന്നോട്ട് പോവുക, അതിലേക്ക് നീ ക്ഷണിക്കുക. ഫഇൻഹും അതാഊക ലിദാലിക്, ആ കാര്യത്തിൽ അവർ മുആദേ നിന്നെ അനുസരിച്ചാൽ, അതവർ അംഗീകരിച്ചാൽ, ഫഅലിംഹും, അപ്പോൾ അവരെ അറിയിക്കുക, അന്നല്ലാഹു അഫ്തറദ അലൈഹിം 5 സലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല, അല്ലാഹു അവർക്ക് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന കാര്യം അവരെ അറിയിക്കുക. നോക്കൂ, 5 നേരത്തെ നിസ്കാരത്തെക്കാൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് തൗഹീദ് എന്നത്. കാരണം അത് ശരിയായാൽ മാത്രമാണ്, വിശ്വാസം നേരെയായാൽ മാത്രമാണ്
കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുക. നിസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, എത്ര കഷ്ടപ്പെട്ട് നീ ചെയ്യുന്ന അമലാകട്ടെ, പ്രവർത്തനമാകട്ടെ, വിശ്വാസം ശരിയല്ലേ, വിശ്വാസത്തിൽ ശിർക്കിന്റെ പുഴുക്കുത്ത് സംഭവിച്ചോ, അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. അല്ലാഹു പറയുകയാണ്, ഓ നബിയെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, താങ്കൾക്ക് മുൻപുള്ള നബിമാർക്കും അല്ലാഹുവിന്റെ സന്ദേശമായി വഹിയായി നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ്? ആരെങ്കിലും ലഇൻ അശ്റക്ത, ഓ നബിയെ, താങ്കൾ എങ്ങാനും അല്ലാഹുവിൽ പങ്കുചേർത്താൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പൊളിഞ്ഞു, എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഓ നബിയെ താങ്കൾ അകപ്പെട്ടു പോകും. നബിമാരുടെ ചരിത്രം പറഞ്ഞതിനു ശേഷം അല്ലാഹു പറഞ്ഞത് കാണാം, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരെങ്ങാനും അല്ലാഹുവിൽ പങ്കുചേർത്തിരുന്നുവെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ തകർന്നു പോയേ. അത്ര പ്രാധാന്യമുണ്ട് തൗഹീദിന്, അത്രയും ഗൗരവപ്പെട്ടതാണ് ശിർക്ക് എന്ന കാര്യം. നമ്മുടെ ഈ ലോകത്തെ വിജയവും പരലോകത്തെ വിജയവും ഈ ഉമ്മത്തിന്റെ എല്ലാ ഔന്നത്യവും സഹോദരങ്ങളെ തൗഹീദിലാണ് നിലകൊള്ളുന്നത്. തൗഹീദ് കൈവിട്ടാൽ, ശിർക്കിലേക്ക് കൂപ്പുകുത്തിയാൽ, പിന്നെ ഈ സമുദായത്തിന് ഒരു പ്രതാപവും ഒരന്തസ്സും ഒരധികാരവും ഒരു സ്വാധീനവും ഒരു മേന്മയും എവിടെയും ഉണ്ടാവുകയില്ല. മുസ്ലിം ഉമ്മത്തിനെ വേർതിരിച്ചു നിർത്തുന്നത്, അവരെ അല്ലാഹുവിങ്കൽ സ്ഥാനമുള്ളവരാക്കി തീർക്കുന്നത്, അല്ലാഹുവിന്റെ സഹായത്തിനും അവങ്കിൽ നിന്നുള്ള വിജയത്തിനും അവരെ അർഹരാക്കി തീർക്കുന്നത് അവരുടെ തൗഹീദിന്റെ വിശ്വാസമാണ്.